ആ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ മാനുഷിക നീതിക്ക് അപ്പുറത്താണ്. മനുഷ്യർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ സമ്പാദിക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതിക്കും അപ്പുറത്താണ് ദൈവത്തിൻ്റെ നീതി. ഇനി ഈ ന്യായപ്രമാണം കൂടാതെയുള്ള, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെയുള്ള ഒരു നീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ നീതി എന്നതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ നീതി എന്ന് പറഞ്ഞാൽ ഒരാൾ നന്മ ചെയ്തു അയാൾക്ക് നന്മ വരും, ഒരാൾ തിന്മ ചെയ്തു അതിന് ദൈവം തിന്മ കൊടുക്കണം എന്ന് പറയുന്ന നീതിയല്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ അടങ്ങുന്ന ആ ഒരു നീതിയാണ്. ആ ഒരു നീതിയാണ് ദൈവം തോറായിൽ കൂടെ അഥവാ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടിയും കൊടുത്തുകൊണ്ടിരുന്നത്.